ഇതിനായിട്ട് ഞാനിവിടെ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ്. ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ചതാണ് നെയ്യ് എടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ 3 മിനിറ്റ് നമ്മൾ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നെയ്യൊക്കെ മുകളിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാം. ഇനി ഇതിൽ നിന്നും നെയ്യ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇനി ഈ നെയ്യ് ഇതിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. മുഴുവനും ഇതുപോലെ മാറ്റിയെടുക്കട്ടെ. ഇത്രയും നെയ്യാണ് നമുക്ക് ആ തൈരിൽ നിന്നും കിട്ടിയത്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുകയാണ്. ഇനി അതിലേക്ക് ഈ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. തൈരിൻ്റെ ആ പുളി ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഐസ് വെള്ളത്തിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ തണുത്ത വെള്ളത്തിൽ വെച്ചിട്ട് ഒന്ന് നന്നായി കഴുകിയെടുക്കുകയാണ്. തൈരിലെ ആ പുളിപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ചട്ടി ഗ്യാസിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചട്ടിയിലേക്ക് വെണ്ണ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ചെറുള്ളി കുത്തിയിടണം. 2 ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുത്തിയിട്ട് ഇതിലേക്ക് ഇടുകയാണ്. വെണ്ണ നല്ല പോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കളറിന് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നമ്മളിട്ട ചെറുള്ളി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മുടെ നെയ്യ് റെഡിയാവും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അതുകൊണ്ട് നമുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളുടെ വെണ്ണ നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട്. ഈ ഉള്ളി ഒന്ന് ചുമന്ന് വരട്ടെ. അതോടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെണ്ണ റെഡിയായി. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഉള്ളി ഇതിൽ നിന്ന് കോരിയെടുക്കുകയാണ്. നെയ്യിൽ നിന്നും ഈ ചെറുള്ളി കോരിയെടുക്കുകയാണ്.
നമ്മുടെ തൈരിൽ നിന്നും എടുത്ത നെയ്യ് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് നെയ്യാണ്, ഹോം മെയ്ഡ് നെയ്യ്. അപ്പോൾ തൈരൊക്കെ വീട്ടിൽ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ആ ഉള്ളി കുത്തിയിട്ടതിൻ്റെ ഒരു കറുപ്പ് കളറാണ് അതിലിങ്ങനെ ഇടയിൽ ഇങ്ങനെ കാണുന്നത്, ആ ഉള്ളിയുടെ ഒരു ഇതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതിനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.